വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഞങ്ങൾക്ക് അതിലൊരു പങ്കുമില്ല, 4 ആളെ പുറത്താക്കിയിട്ടുണ്ട് എന്നാണ് ഇന്നലെ പരസ്യമായിട്ട് പറഞ്ഞത്. അതുപോരാ, പുറത്താക്കി അല്ലെങ്കിൽ അകത്താക്കിയോ എന്നുള്ളതല്ല കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം. ഇവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നോ ഇവരെ ജയിലിനകത്താക്കിയോ എന്നുള്ളതാണ് പ്രശ്നം. സംഘടനക്കകത്തോ പുറത്തോ എന്നുള്ളതല്ല. ഇവർ പുറം ലോകത്തെ ഉണ്ടാകാൻ പാടില്ല. അത്ര ഗുരുതരമായ മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ പ്രധാന പ്രതികൾ ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. അതിൽ പിന്നെ രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. സർക്കാർ തന്നെയല്ലേ, CPM തന്നെയല്ലേ ഇതിന് പിന്നിൽ? അല്ല, അതാണ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം. കാരണം യഥാർത്ഥ പ്രതികൾ, ഉത്തരവാദിത്തപ്പെട്ടവർ, ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളൊക്കെ ആയിട്ടുള്ള ആളുകളെ മുഴുവൻ ഇതിനകം പോലീസ് പിടിച്ചിട്ടില്ല എന്നാണ് ഇന്ന് പ്രധാന വാർത്ത. അവർ പുറത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാന വാർത്ത. അതുതന്നെയാണ് ഈ കേസ് ഗവൺമെൻറ് ഇതിനർഹിക്കുന്ന ഗൗരവത്തിൽ ഇപ്പോഴും കൈകാര്യം ചെയ്യാതെ ഇരിക്കുകയാണോ, അവിടേക്കാണോ പോണത് എന്നുള്ള സംശയമുണ്ട്. അതുണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ഉത്തരവാദിത്തപ്പെട്ടവരാണ് അറസ്റ്റ് ചെയ്യപ്പെടാതെ പുറത്ത് കിടക്കുന്നത്. അതെ, പിന്നെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത് തന്നെ അങ്ങേയറ്റം അപലപനീയമാണ്. മറ്റ് വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾക്ക് ആ കോളേജ് ക്യാമ്പസിൽ പ്രവർത്തന സ്വാതന്ത്ര്യമില്ല എന്ന ഒരു ആക്ഷേപം. അതെ, അത് കേരളത്തിൽ പരക്കെയുള്ള ഒരു ആക്ഷേപമാണ്. പല ക്യാമ്പസുകളിലും മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അങ്ങനെ പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കാതെയാണ് സ്വാധീനം നിലനിർത്തുന്നത് എന്ന് ഭരണകക്ഷി വിദ്യാർത്ഥി സംഘടനയെക്കുറിച്ച് വളരെ കാലമായിട്ട് ഉള്ള ആരോപണം തന്നെയാണ്. അത് ഇവിടെയും വന്നിരിക്കുകയാണ്. അതിപ്പോൾ ഈ വെറ്റിനറി കോളേജിലും വന്നിരിക്കുകയാണ്. പക്ഷെ അത് അവിടെ നിന്നും വിട്ട് കൊലപാതകത്തിലെത്തിയപ്പോഴാണ് ഇപ്പോൾ ഇത് നമ്മളറിയുന്നത്. ഇത് ഒരു തുടർ പ്രതിഭാസമായി കേരളത്തിലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം ഇന്ന് വന്നത്. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ UDF ഏറ്റെടുത്ത് പ്രക്ഷോഭരംഗത്ത്. സ്വാഭാവികല്ലേ UDF ഈ കാര്യം വളരെ ഗൗരവത്തിലെടുക്കുമല്ലോ. ഈ സംഭവം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന താങ്കൾ പറഞ്ഞു. ഇതിൽ തന്നെ ഈ അടുത്ത ഒന്നാണ് TP കേസിന്റെ വിധി. അതായത് ഉന്നതമായിട്ടുള്ള പ്രതികളെ ഉൾപ്പെടുത്തിയവർ കൂടുതൽ ശിക്ഷ വാങ്ങി വരുന്നു. അപ്പൊ ഈ സംഭവം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമല്ലോ. TP കേസ് വധവും സമാനമായ വെട്ടിക്കൊന്ന ഒരു സംഭവം തന്നെയാണല്ലോ. അത് കോടതി ഇപ്പോൾ അതിലെ പ്രതികളെ കണ്ടെത്തി അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് കോടതികളിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. 1 by 1 ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയും അത് ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ജനങ്ങൾ ഇതൊക്കെ വിധി ചെയ്തൂലേ? അല്ലെങ്കിൽ തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുണ്ട്. ഭരണത്തെക്കുറിച്ച് പല പരാതികളും അല്ലെങ്കിൽ തന്നെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇത്തരം കൊടും ക്രൂരതകളും കൂടി അരങ്ങേറിയാൽ ജനങ്ങൾ പിന്നെ വിധി എഴുതാതിരിക്കുമോ?